എം കോൺഫറൻസ് പാനലിനെ കുറിച്ചാണ്. കോൺഫറൻസിലെ പാനലുകൾ. അപ്പൻഡിക്സ് എം കോൺഫറൻസിൽ എന്തൊക്കെ പാനലുകളുണ്ട്. In any 1 year, about half of the AA groups are busy electing GSRs and half of all area assemblies are electing qualified delegates to the annual conference meeting, depending on whether the area is an odd or even panel. A panel is a numerical designation that refers to a group of delegates elected to begin serving at the General Service Conference in a particular area. The conference started in 1951, an odd year, panel 1, and include 37 delegates. The following year, and even a year, panel 2, there were 38 delegates added. Since then, there have been additional area added to states and province. Total count 93, with about half elected in an odd year and half in an even year. You can look at the table below and easily determine whether your area is odd or even. Each panel is numbered, or the conference area delegates will first serve. For example, delegates attending 63rd General Service Conference as their first conference are panel 63 delegates. The 2-year cycle frequently appealed to area committee officer and committee members as well. അപ്പൊ അനുബന്ധ എം പറയുന്നത് കോൺഫറൻസ് പാനലിനെ കുറിച്ചാണ്. ഒരു വർഷത്തിൽ, അതായത് നമുക്കറിയാം കോൺഫറൻസിൽ ചേരുന്ന ഡെലിഗേറ്റുകൾ എല്ലാം കൂടി ചേർന്നാണ് പാനൽ ഉണ്ടാക്കുന്നത്. ഒരു വർഷത്തിൽ ഏകദേശം പകുതി എ ഗ്രൂപ്പുകൾ, GSRകൾ, ഗ്രൂപ്പ് സർവീസ് റെപ്രസെന്റേറ്റീവിനെ തെരഞ്ഞെടുക്കുന്നതിലും, അപ്പൊ ഏകദേശം ഒരു വർഷത്തിലുണ്ടെങ്കിൽ അതിന്റെ പകുതി വർഷം ജനറൽ സർവീസ് റെപ്രസെന്റേറ്റീവിനെ തെരഞ്ഞെടുക്കുന്നതിലും പകുതി ഏരിയ അസംബ്ലികൾ വാർഷിക പകുതി ഒരു വർഷത്തിൽ ഏകദേശം പകുതി ഗ്രൂപ്പുകൾ GSR, ഗ്രൂപ്പ് സർവീസ് റെപ്രസെന്റേറ്റീവ് തെരഞ്ഞെടുക്കുന്നതിലും പകുതി ഏരിയ അസംബ്ലികൾ വാർഷിക കോൺഫറൻസിലേക്കുള്ള യോഗ്യരായ ഡെലിഗേറ്റ് തെരഞ്ഞെടുക്കുന്നതിലും തിരക്കിലായിരിക്കും. അപ്പൊ ആദ്യം ഗ്രൂപ്പുകൾ GSRനെ തെരഞ്ഞെടുക്കും, അത് കഴിഞ്ഞിട്ട് ആ വർഷം തന്നെ ഡെലിഗേറ്റുകൾ തെരഞ്ഞെടുക്കും. ഇത് ഏരിയ ഓഡ് പാനലാണോ ഈവൻ പാനലാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. പാനൽ എന്നത് ഒരു പ്രത്യേക വർഷത്തിൽ ജനറൽ സർവീസ് കോൺഫറൻസിൽ സേവനം ആരംഭിക്കുന്ന ഡെലിഗേറ്റുകളുടെ ഒരു കൂട്ടത്തിന് നൽകിയ സംഖ്യാ തിരിച്ചറിയലാണ് പാനൽ എന്ന് വിളിക്കുന്നത്. 1951 കോൺഫറൻസ് ആരംഭിച്ചത്. ഒരു ഒറ്റ സംഖ്യാ വർഷം, പാനൽ 1. അതായത് 1951 കോൺഫറൻസിൽ ആരംഭിച്ചപ്പോൾ പാനൽ 1 എന്നാണ് അതിന്റെ പേര്. അന്ന് 37 ഡെലിഗേറ്റുകൾ ഉണ്ടായിരുന്നു. അടുത്ത വർഷം രണ്ടാമത്തെ പാനൽ 2 ആണ്. അതിൽ നിന്ന് 38 ഡെലിഗേറ്റുകൾ കൂടിച്ചേർന്നു. അതായത് 37 ഡെലിഗേറ്റുകളും പിന്നെ അടുത്ത ഒരു വർഷം 38 ഡെലിഗേറ്റുകൾ കൂടിച്ചേർന്നു. അതിനുശേഷം സംസ്ഥാനങ്ങളിലും പ്രവിശ്യകളിലും കൂടുതൽ ഏരിയകൾ ചേർത്തപ്പെട്ടിട്ടുണ്ട്. മൊത്തം ഏകദേശം 93 ഏരിയകൾ. അവയിൽ പകുതി ഒറ്റ വർഷത്തിലും പകുതി രണ്ടാമത്തെ വർഷത്തിൽ അല്ലെങ്കിൽ ജോഡി വർഷത്തിലും തിരഞ്ഞെടുക്കപ്പെടുന്നു. താഴെയുള്ള പട്ടിക നോക്കിയാൽ നിങ്ങളുടെ ഏരിയ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാം. ഓരോ പാനലും ഡെലിഗേറ്റ് ആദ്യമായി കോൺഫറൻസിൽ സേവനം ആരംഭിക്കുന്ന വർഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്പർ നൽകുന്നത്. ഉദാഹരണത്തിന്, ഒരു ഡെലിഗേറ്റ് 63ാം ജനറൽ സർവീസ് കോൺഫറൻസിൽ ആദ്യമായി പങ്കെടുക്കുകയാണെങ്കിൽ അവൻ പാനൽ 63 ഡെലിഗേറ്റ് ആകുന്നു. ഈ 2 വർഷ ചക്രം, 2-year സൈക്കിൾ, പലപ്പോഴും ഏരിയ കമ്മിറ്റി ഓഫീസർമാർക്കും മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും ബാധകമാണ്. ഒറ്റ വർഷങ്ങളിൽ അല്ലെങ്കിൽ ഓഡ് ഇയറിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഡെലിഗേറ്റുകൾ, സംസ്ഥാന പ്രവിശ്യ ഡെലിഗേറ്റുകൾ അവരുടെ ഏരിയ നമ്പർ പ്രതിനിധാനം ചെയ്യുന്നതിനനുസരിച്ച് അവരൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ അലബാമ, ഇപ്പൊ സ്റ്റേറ്റ്, അതൊരു സ്റ്റേറ്റ് ആണ് അമേരിക്ക. അതിനകത്ത് ഡെലിഗേറ്റ് 1, ഏരിയ നമ്പർ 1, ഏരിയ റെപ്രസെന്റ് ചെയ്യുന്നത് അലബാമേനെയും നോർത്ത് വെസ്റ്റ് ഫ്ലോറിഡേനെയാണ്. ആർക്കൻസാസ്, അതിന്റെ ഒരു ഡെലിഗേറ്റ് ആണ് ഉള്ളത്. ഏരിയയുടെ നമ്പർ 4 ആണ്. അതിനെ പ്രതിനിധീകരിക്കുന്ന ആർക്കാൻസാസ് എന്ന് പറയുന്ന ഏരിയനെയാണ്. ബ്രിട്ടീഷ് കൊളംബിയ, അത് 1 ആണ്. ഏരിയ ഒരു ഡെലിഗേറ്റ് ആണുള്ളൂ. ഏരിയ നമ്പർ 79 ബ്രിട്ടീഷ് കൊളംബിയനെയും യൂക്കോൺ ടെറിട്ടറിനെയും പ്രതിനിധീകരിക്കുന്നത് കാനഡയാണ്. ബ്രിട്ടീഷ് കൊളംബിയനെയും യൂക്കോൺ ടെറിട്ടറിയും. അടുത്തത് അമേരിക്കയിലാണ്. കാലിഫോർണിയ എന്ന് വിളിക്കും സ്റ്റേറ്റ്. അതിന് ഡെലിഗേറ്റ് 3 ഡെലിഗേറ്റുകളാണ്. മൊത്തത്തിൽ 6 പേരാണുള്ളത്. 3 പേരാണ് നമ്മൾ ഇതിൽ പാനൽ പങ്കെടുക്കുന്ന 3 പേര് തെരഞ്ഞെടുക്കപ്പെടും. പിന്നീട് അതിന്റെ ഏരിയ നമ്പറാണ്. കാലിഫോർണിയ 93 ഏരിയ നമ്പറിന് 6 ഉണ്ട്, പിന്നെ 5 ഉണ്ട്. 93 സെൻട്രലിലാണ്, 6 നോർത്തേൺ കോസ്റ്റലാണ്, 5 സൗത്തേൺ ആണ്. പിന്നെ കൊളറാഡോ, അതിനകത്ത് ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. 10 ഏരിയ നമ്പർ. കൊളറാഡോ ഏരിയനെയാണ് ആ ഡെലിഗേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് കണക്റ്റിക്കറ്റ്, അതിനകത്ത് ഒരു ഏരിയ ഡെലിഗേറ്റ് ഉണ്ട്. അതിന്റെ ഏരിയ നമ്പർ 11 അത് പ്രതിനിധീകരിക്കുന്ന ഏരിയയുടെ പേര് കണക്റ്റിക്കറ്റ് എന്നാണ്. ഡിസ്ട്രിക്ട്സ് ഓഫ് കൊളംബിയ, അത് 1 ഒരു ഡെലിഗേറ്റ് ആണുള്ളത്.
അതിന്റെ ഏരിയ നമ്പർ 13 ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയനാണ് ആ ഡെലിഗേറ്റ് പ്രതിനിധീകരിക്കുന്നത്. പിന്നീട് അടുത്തത് ഫ്ലോറിഡയാണ്. 2 ഡെലിഗേറ്റുകളുണ്ട്. അതിന്റെ ഏരിയ നമ്പർ 14ഉം 15നെയും പ്രതിനിധീകരിക്കുന്ന 2 ഡെലിഗേറ്റുകളാണ് നോർത്തേൺ ഫ്ലോറിഡേനെയും സൗത്ത് ഫ്ലോറിഡയെ. ഒരാള് നോർത്തേൺ ഫ്ലോറിഡേനെ ഒരു ഡെലിഗേറ്റ് പ്രതിനിധീകരിക്കുന്നു. അടുത്ത ഡെലിഗേറ്റ് സൗത്ത് ഫ്ലോറിഡേനെയും ബഹാമാസിനെയും വെർജിൻ ഐലൻഡിനെയും പ്രതിനിധീകരിക്കുന്നു. അടുത്ത ഡെലിഗേറ്റ് ആന്റിക്യൂ, സെൻ മാർട്ടൻ, കേമാൻ ഐലൻഡിനെയും പ്രതിനിധീകരിക്കുന്നു. അടുത്ത പ്രൊവിൻസിന്റെ പേര് ഹവായി എന്നാണ്. അതിനൊരു ഡെലിഗേറ്റ് ആണുള്ളത്. ഏരിയ നമ്പർ 17 ഹവായിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആ ഡെലിഗേറ്റ് ഹവായിനെ പ്രതിനിധീകരിക്കുന്നു. ഇല്ലിനോയ്സ് 2 ഡെലിഗേറ്റുകളാണുള്ളത്. മൊത്തത്തിൽ 3 പേരാണ് ടോട്ടൽ ആയിട്ടുള്ളത്. കാരണം മൂന്നാമത്തെ ആൾ ആൾട്ടർനേറ്റ് ഡെലിഗേറ്റ് ആയിരിക്കും. ഏരിയ നമ്പർ 19, ഏരിയ നമ്പർ 21. അത് ഏരിയ നമ്പർ 19 ഡെലിഗേറ്റ് ചിക്കാഗോനെയും ഏരിയ നമ്പർ 21 സൗത്തേൺ ഇല്ലിനോയ്സിനെയും പ്രതിനിധീകരിക്കുന്നു. അടുത്ത ഇന്ത്യാന, ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. ഏരിയ നമ്പർ 22 നോർത്തേൺ ഏരിയനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അടുത്തത് ലോവ, ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. ഏരിയ നമ്പറിന്റെ പേര് 24 ലോവേനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ലൂസിയാന, ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. ഏരിയ നമ്പറിന്റെ പേര് 27 ലൂസിയാനെ പ്രതിനിധീകരിക്കുന്നു. മസച്യൂസെറ്റ്സ്, ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. 30 ഏരിയ നമ്പർ. ഈസ്റ്റേൺ ഏരിയനാണ് പ്രതിനിധീകരിക്കുന്ന ഡെലിഗേറ്റ്. മിഷിഗൺ 2 ഡെലിഗേറ്റുകളുണ്ട്. 33 ഏരിയ നമ്പർ, 32 നമ്പർ ഏരിയ നമ്പർ. 33 ഏരിയ നമ്പർ സൗത്ത് ഈസ്റ്റേൺ ഡെലിഗേറ്റും 32 ഏരിയ നമ്പർ സെൻട്രൽ ഏരിയ ഡെലിഗേറ്റും. മിനസോട്ട, ഒരാളാണ് ഡെലിഗേറ്റ് ആയിട്ടുള്ളത്. ഏരിയ നമ്പർ 36 സൗത്തേൺ. മിസോസറി 2 ഡെലിഗേറ്റുകളുണ്ട്. 38, 39 ഏരിയ നമ്പർ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ. പിന്നെയുള്ളത് മൊണ്ടാന, അത് ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. ഏരിയ നമ്പർ 40 മൊണ്ടാന പ്രവിശ്യനാണ് അവര് പ്രതിനിധീകരിക്കുന്നത്. പിന്നെ നെവദ, ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. ഏരിയ നമ്പർ 42 നെവദ എന്ന ഏരിയനെ പ്രതിനിധീകരിക്കുന്നു. ന്യൂജേഴ്സി, ഒരു ഏരിയ നമ്പർ ഉള്ളത്. 44 ഏരിയ നമ്പർ, ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. 44 ഏരിയ നമ്പർ നോർത്തേൺ ന്യൂജേഴ്സിനെ പ്രതിനിധീകരിക്കുന്നു. ന്യൂയോർക്ക് 2 ഡെലിഗേറ്റുകളുണ്ട്. ഏരിയ നമ്പർ 49, ഏരിയ നമ്പർ 47. 49ാമത്തെ ഏരിയയിലെ ഡെലിഗേറ്റ് സൗത്ത് ഈസ്റ്റേനെയും 47ാമത്തെ ഏരിയ ഡെലിഗേറ്റ് സെൻട്രൽ ന്യൂയോർക്കിനെയും പ്രതിനിധീകരിക്കുന്നു. നോർത്ത് കരോലിന, ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. 51 ഏരിയ നമ്പർ. നോർത്ത് കരോലിനയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. നോർത്ത് ഡെക്കാട്ടോ ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. ഏരിയ നമ്പർ 52 നോർത്ത് ഡെക്കാട്ടോയെ പ്രതിനിധീകരിക്കുന്നു. നോവസ്കഷ്യ NL ലബറഡോർ, ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. 82 ഏരിയ നമ്പർ. നോവാസ്കോഷ്യനെയും ലബറഡോറിനെയും പ്രതിനിധീകരിക്കുന്നു. ഒഹായോ 2 ഡെലിഗേറ്റുകളുണ്ട്. 53 ഏരിയ നമ്പർ. സെൻട്രൽ ആൻഡ് സൗത്ത് ഈസ്റ്റേൺ. സെൻട്രലിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും. സൗത്ത് ഈസ്റ്റേൺ ഒഹായോയിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കും. അപ്പൊ സ്ഥലത്തിന്റെ വിസ്തൃതി അനുസരിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ്. പിന്നെ ഒക്കലഹോമോ, അവിടെ ഒരു ഡെലിഗേറ്റ് ഉള്ളൂ. 57 ഏരിയ നമ്പർ. ഒക്കലഹോമോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏരിയയാണ് പ്രതിനിധീകരിക്കുന്നത്. ഒൻറ്റാരിയോ 2 ഡെലിഗേറ്റ് ഉണ്ട്. 83 ഏരിയ നമ്പർ, 85 ഏരിയ നമ്പർ. 83 നമ്പർ ഏരിയ ഡെലിഗേറ്റ് ഈസ്റ്റേൺ ഏരിയയും 85 നമ്പർ ഡെലിഗേറ്റ് നോർത്ത് വെസ്റ്റ് ഒൻറ്റാരിയോനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പെൻസിൽവാനിയ 2 ഡെലിഗേറ്റ് ഉണ്ട്. ഏരിയ നമ്പർ 59, 60 ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ. ഈസ്റ്റേൺ ഡെലിഗേറ്റ് ഉണ്ട്. വെസ്റ്റേൺ നോർത്ത് വെസ്റ്റ് സ്ഥലത്തും ഒരു ഡെലിഗേറ്റ് ഉണ്ട്. അപ്പം അതായത് പെൻസിൽവാനിയയിൽ 2 സ്ഥലമുണ്ട്. 59 നമ്പർ ഉണ്ട്, 60 നമ്പർ ഉണ്ട്. 59 ഏരിയ ഡെലിഗേറ്റ് അവിടെ നിന്നാണ് ഈസ്റ്റേൺ. 60 ഡെലിഗേറ്റ്, 60ാമത്തെ ഏരിയ ഡെലിഗേറ്റ് വെസ്റ്റേൺ എന്നാണ്. പെൻസിൽവാനിയ വെസ്റ്റേൺ. ക്യുബെക് 2 ഡെലിഗേറ്റ് ആണുള്ളത്. 88, 89 സൗത്ത് ഈസ്റ്റേൺ, നോർത്ത് ഈസ്റ്റേൺ. സസ്കോച്ചാൻ ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. ഏരിയ നമ്പർ 91 സസ്കോച്ചാൻ. ടെക്സാസ് ഞാൻ അയച്ചോളാം. ടെക്സാസിന് 2 പേരുണ്ട്. 65, 67 നോർത്ത് ഈസ്റ്റേണും സൗത്ത് ഈസ്റ്റേണും. ഒട്ട ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. 69 നമ്പർ ഏരിയ ഒട്ട. വെർജീനിയ ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. 71 ഏരിയ നമ്പർ. വെർജീനിയനെയും ക്യൂബേനെയും അത് പ്രതിനിധീകരിക്കുന്നുണ്ട്. വാഷിംഗ്ടൺ ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. 72 വെസ്റ്റേൺ വാഷിംഗ്ടണിനെ പ്രതിനിധീകരിക്കുന്നു. വെസ്റ്റ് വെർജീനിയ ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. 73 ഏരിയ നമ്പർ. വെസ്റ്റ് വെർജീനിയയെ. വിസ്കോൺസിൻ ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. 75 ഏരിയ നമ്പർ. സൗത്തേൺ വിസ്കോൺസിൻ എന്ന് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഇത്രയും പറഞ്ഞത് ഡെലിഗേറ്റഡ്
ഓഡ് ഇയർ ഫോർ ഓഡ് ഇയേഴ്സ് ആണ്. ഡെലിഗേറ്റ് ഇലക്ടഡ് ഫോർ ഈവൻ ഇയേഴ്സ് ഓരോ വർഷങ്ങളിലും തിരഞ്ഞെടുക്കുന്നത്. അലാസ്കയില് ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. ഏരിയ നമ്പർ 2 അലാസ്ക. ഇപ്പൊ ആൽബർട്ട നോർത്ത് വെസ്റ്റ് ടെറിട്ടറി NWT അത് കാനഡയാണ്. ഒരു ഡെലിഗേറ്റ് ഉണ്ട്. ഏരിയ നമ്പർ 78 അതുകൊണ്ട് പ്രതിനിധീകരിക്കുന്ന ആൽബർട്ടേനെയും നോർത്ത് വെസ്റ്റ് ടെറിട്ടറിനെയും പ്രതിനിധീകരിക്കുന്നു. അരിസോണ ഒരു ഡെലിഗേറ്റ് ഉണ്ട്. ഏരിയ നമ്പർ 3 അരിസോണയെ കാലിഫോർണിയ 3 ഡെലിഗേറ്റുകളുണ്ട്. അതിനകത്ത് 9, 9, 7, 8 എന്ന വിധത്തിലാണ് ഏരിയ നമ്പറുകൾ. 9ാം നമ്പർ ഡെലിഗേറ്റ് മിഡ് സൗത്തേണിനെയും 7ാം നമ്പർ ഡെലിഗേറ്റ് നോർത്തേൺ ഇന്റീരിയറിനെയും 8ാം നമ്പർ സാന്റിയാഗോ ഇമ്പീരിയലിനെയും പ്രതിനിധീകരിക്കുന്നു. ഡെലവെയർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. 12 ഏരിയ നമ്പർ ഡെലിവെയറിനെ പ്രതിനിധീകരിക്കുന്നു. ജോർജിയ ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. 16 ഏരിയ നമ്പർ ജോർജിയയെ പ്രതിനിധീകരിക്കുന്നു. ഇഡഹോ ഒരു ഡെലിഗേറ്റ് ഉണ്ട്. 18 ഏരിയ നമ്പർ ഇഡഹോയെ പ്രതിനിധീകരിക്കുന്നു. ഇലിനോയ്സ് ഒരു ഡെലിഗേറ്റ് ആണ്. 20 ഏരിയ നമ്പർ നോർത്തേൺ ഇലിനോയ്സിനെ പ്രതിനിധീകരിക്കുന്നു. ഇന്ത്യാന ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. 23 ഏരിയ നമ്പർ സൗത്തേൺ ഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു. കാൻസസ് ഒരു ഡെലിഗേറ്റ് 25 ഏരിയ നമ്പർ കാൻസസിനെ പ്രതിനിധീകരിക്കുന്നു. കെന്റുക്കി ഒരു ഡെലിഗേറ്റ് 26 ഏരിയ നമ്പർ കെന്റുക്കിയെ പ്രതിനിധീകരിക്കുന്നു. മയാൻ 1 ഡെലിഗേറ്റ് 28 ഏരിയ നമ്പർ മയാനെ പ്രതിനിധീകരിക്കുന്നു. മാനിറ്റോബ ഒരു ഡെലിഗേറ്റ് 80 ഏരിയ നമ്പർ മാനിറ്റോബയെ പ്രതിനിധീകരിക്കുന്നു. മേരിലാൻഡ് ഒരു ഡെലിഗേറ്റ് 29 ഏരിയ നമ്പർ മേരിലാൻഡിനെ പ്രതിനിധീകരിക്കുന്നു. മെസച്യൂസെറ്റ്സ് ഒരു ഏരിയ ഡെലിഗേറ്റ് 2 ഇൻ ടോട്ടൽ 31 ഏരിയ നമ്പർ വെസ്റ്റേൺ. മെക്സിക്കൺ ഒരു ഡെലിഗേറ്റ് 3 ഇൻ ടോട്ടൽ 34 വെസ്റ്റേൺ ഏരിയനെ. മിനസോട്ട 1 ഡെലിഗേറ്റ് 2 ഇൻ ടോട്ടൽ 35 ഏരിയ നമ്പർ നോർത്തേൺ ഏരിയനെ പ്രതിനിധീകരിക്കുന്നു. മിസിസിപ്പി ഒരു ഡെലിഗേറ്റ് 37 ഏരിയ നമ്പർ മിസിസിപ്പിയെ പ്രതിനിധീകരിക്കുന്നു. നെബ്രാസ്ക ഒരു ഡെലിഗേറ്റ് 41 ഏരിയ നമ്പർ നെബ്രാസ്കയെ പ്രതിനിധീകരിക്കുന്നു. ന്യൂ ബ്രൻസ്വിക്ക് PEI ഒരു ഡെലിഗേറ്റ് 81 ഏരിയ നമ്പർ ന്യൂ ബ്രാൻസ്വിക്ക് എന്ന് പറഞ്ഞാൽ കാനഡയിലെ സ്ഥലമാണ്. അദ്ദേഹത്തെ PEI എന്നതിനെ പ്രതിനിധീകരിക്കുന്നത്. പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് എന്നാണ് PEI. പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് അത് കാനഡയുടെ ഒരു പ്രൊവിൻസ് ആണ്. അതിനെ പ്രതിനിധീകരിക്കുന്നു. ന്യൂ ഹാംഷയർ ഒരു ഡെലിഗേറ്റ് 43 ഏരിയ നമ്പർ ന്യൂ ഹാംഷയർ. ന്യൂജേഴ്സി ഒരു ഏരിയ ഡെലിഗേറ്റ് ഉള്ളൂ. 45 ഏരിയ നമ്പർ സൗത്തേൺ ന്യൂജേഴ്സിനെ പ്രതിനിധീകരിക്കുന്നു. മെക്സിക്കോ ഒരു ഡെലിഗേറ്റ് 46 ഏരിയ നമ്പർ ന്യൂ മെക്സിക്കോയെ പ്രതിനിധീകരിക്കുന്നു. ന്യൂയോർക്ക് 2 ഡെലിഗേറ്റ് 50, 48 എന്ന് പറയുന്നതാണ് ഏരിയ നമ്പർ. 50ാമത്തെ ഏരിയ ഡെലിഗേറ്റ് വെസ്റ്റേൺ ഏരിയനെയും 48ാമത്തെ ഏരിയയിൽ ഹഡ്സൺ, മൊഹോസ്, പെർസ്ക്യൂഡ് എന്നിവരെ പ്രതിനിധീകരിക്കുന്നു. ഒഹായോയിലെ 2 ഡെലിഗേറ്റിനുണ്ട്. 55 ഏരിയയിലെ നോർത്ത് വെസ്റ്റ് ഒഹായോനെയും 56 സൗത്ത് വെസ്റ്റ് ഒഹായോനെയും പ്രതിനിധീകരിക്കുന്നു. ഒൻറ്റാരിയോയില് 2 ഡെലിഗേറ്റ് ആണ് ഉള്ളത്. 84 ഏരിയ നമ്പർ നോർത്ത് ഈസ്റ്റിലും 86 ഏരിയ നമ്പർ വെസ്റ്റേൺ ഡെലിഗേറ്റുമായിട്ട് പ്രതിനിധീകരിക്കുന്നു. ഒറിഗോൺ ഒരു ഡെലിഗേറ്റ് 58 ഏരിയ നമ്പർ ഒറിഗോണെ പ്രതിനിധീകരിക്കുന്നു. പിന്നീടുള്ളത് പ്യൂർട്ടോ റിക്കോ ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. ഏരിയ നമ്പർ 77 പോർട്ടോ റിക്കോ. ക്യുബെക് 2 ഡെലിഗേറ്റ് ഉണ്ട്. 87ഉം 90ഉം. 87ാമത്തെ ഡെലിഗേറ്റ് 87ാം നമ്പർ ഡെലിഗേറ്റ് സൗത്ത് വെസ്റ്റേൺ. 90ാമത്തെ നോർത്ത് വെസ്റ്റേൺ പ്രതിനിധീകരിക്കുന്നു. റോഡ് ഐലൻഡ് ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. 61 ഏരിയ റോഡ് ഐലൻഡിനെ പ്രതിനിധീകരിക്കുന്നു. സൗത്ത് കരോലിന ഒരു ഡെലിഗേറ്റ് ഉള്ളത്. 62 ഏരിയ സൗത്ത് കരോലിന. സൗത്ത് ഡക്കോട്ട ഒരു ഡെലിഗേറ്റ് ഉള്ളത്. 63 നമ്പർ സൗത്ത് ഡക്കോട്ടനെ പ്രതിനിധീകരിക്കുന്നു. ടെനസി ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. 64 ഏരിയ ടെനസിനെ പ്രതിനിധീകരിക്കുന്നു. അടുത്ത് ടെക്സാസ് ആണ്. 2 ഡെലിഗേറ്റ് ഉണ്ട്. 68, 66 ഏരിയ. 68 സൗത്ത് ഈസ്റ്റ് ആണ്. 66 നോർത്ത് ഈസ്റ്റ് ആണ്. വെർമൗണ്ട് ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. വെർമൗണ്ട് ഏരിയ നമ്പർ 70. വാഷിംഗ്ടൺ ഒരു ഡെലിഗേറ്റ് ഉണ്ട്. 92 ഏരിയ നമ്പർ ഈസ്റ്റേൺ വാഷിംഗ്ടനെ പ്രതിനിധീകരിക്കുന്നു. വിൻസ്കോൺസിൻ ഒരു ഡെലിഗേറ്റ് ഉണ്ട്. 74 ഏരിയ നമ്പർ നോർത്തേൺ വിൻസ്കോൺസിൻ. അപ്പർ പെനിൻസുല മെക്സിക്കൻ ഇവയെ പ്രതിനിധീകരിക്കുന്നു. വോമിംഗ് ഒരു ഡെലിഗേറ്റ് ആണുള്ളത്. 76 ഏരിയ നമ്പർ. വോമിംഗ് എന്ന് പറയുന്ന ഏരിയയിലാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. ഇത്രയും ഡെലിഗേറ്റുകളാണ് US കാനഡയിലുള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.